അങ്ങനെ കൊല്ലം ആശ്രമ മൈതാനത്തെ എക്സിബിഷൻ നമ്മളിനി കുറച്ച് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് കുറച്ച് ദിവസം കൂടെ എക്സിബിഷൻ കാണത്തുള്ളൂ. അന്നേരം അവിടെ ഇപ്പോൾ ലാസ്റ്റായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ക്രിസാന്തിമം പ്ലാന്റുകൾ, അതേപോലെ തന്നെ കുറേ നല്ല നല്ല പൂച്ചെടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അന്നേരം കുറേ പ്ലാന്റുകളുണ്ട്. അതിനകത്ത് മാവും പ്ലാവും തെങ്ങും ഒക്കെയാണ് കൂടുതലുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് കുറച്ച് ക്രിസാന്തിമം, അതേപോലെ തന്നെ കുറച്ച് നല്ല വെറൈറ്റി ആന്തോറിയത്തിൻ്റെ കുറച്ച് നല്ല കിഡിലം വെറൈറ്റി ആന്തോറിയം, ചില്ലി റെഡ് ആന്തോറിയം, അത് ചില്ലി റെഡൊക്കെ കുറച്ചേ ഉള്ളൂ. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ വരുന്ന ആന്തോറിയം, ചോക്ലേറ്റ് ബ്ലാക്ക് എന്ന് പറയും. അതേപോലെ തന്നെ ലിമ വൈറ്റിൻ്റെ വലിയ ഫ്ലവറുള്ള ലിമ വൈറ്റ്, അതേപോലെ തന്നെ പിങ്ക് ആന്തോറിയം, അതേപോലെ തന്നെ യെല്ലോ ആന്തോറിയം, വിരലിലുണ്ടാവുന്ന യെല്ലോ ആന്തോറിയവും കൂടെ മിനിയേച്ചർ ടൈപ്പുള്ള യെല്ലോ ആന്തോറിയം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മളെ നേഴ്സറി ആശ്രമം മൈതാനത്ത് ഇപ്പം നടക്കുന്ന എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അവിടെ എന്താണ് ഇതിപ്പം ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള ആന്തോറിയമാണ്. എങ്ങനെ പോയാലും ഒരു 1-1.5 ആഴ്ച കൂടിയേ ഉള്ളൂ നമ്മൾ എക്സിബിഷൻ ഇവിടെ നീണ്ടു നിൽക്കുന്നത്. അന്നേരം അത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ചെറിയ പഴയ ആന്തോറിയത്തിൻ്റെ കുറച്ച് തൈകൾ, അതേപോലെ തന്നെ മണിമുല്ലയുടെ തൈകൾ, അതേപോലെ തന്നെ റോസിൻ്റെ പല വെറൈറ്റി റോസുകൾ, അതേപോലെ തന്നെ വള്ളി റോസ്, അതേപോലെ തന്നെ ചട്ടിയിലുള്ള റോസ്, ചെറിയ കവറിലുള്ള റോസ്, വലിയ ചട്ടിയിലുള്ള റോസ്, അതുപോലെ തന്നെ കിട്ടിലും വെറൈറ്റി കുറേ പഴച്ചെടികളും, അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ഇപ്പോൾ ഇരിപ്പുള്ളൂ. ബാക്കിയുള്ള തൈകൾ ഇപ്പം ഇനി വരാനായിട്ട് സാധ്യത കുറവാണ്. കാര്യം പലയിടത്തും പോയി ചെക്ക് ചെയ്തിട്ടും നിക്കോഡിയയുടെ തൈകൾ ഇപ്പം കിട്ടുന്ന അവൈലബിലിറ്റി കുറവാണ്. അതേപോലെ തന്നെ റോസിൻ്റെ ഡാർക്ക് ഓറഞ്ച് കളറ്, അതേപോലെ തന്നെ നല്ല മണമുള്ള റോസ്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി റോസുകൾ ഇവിടെ ഇപ്പം മേളയിൽ നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ദൂരെയുള്ളവർക്കൊക്കെ കാണാനും അതൊക്കെ ഒരു വളർത്താനായിട്ട് പ്രയോജനപ്പെടാനും അതേപോലെ തന്നെ ഒരു പ്രചോദനമാവാനും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ പ്ലാന്റുകളെല്ലാം നിങ്ങൾ വീണ്ടും കാണിക്കുന്നത്. അതേപോലെ തന്നെ ലോറ പെറ്റാല തൈ, അതേപോലെ തന്നെ പിച്ചിയുടെ തൈ, മുല്ലയുടെ തൈ മുതൽ പല വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ നമ്മളെ മേളയിൽ ഇപ്പം നമ്മൾ സെയിലിന് സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാന്തൈകൾ, നമ്മുടെ നാടൻ മാവിനങ്ങളായിട്ടുള്ള കുളമ്പി മാങ്ങ, അതേപോലെ തന്നെ കിളിച്ചുണ്ടൻ മാങ്ങ, അതായത് പഞ്ചാരവരിക്ക എന്നറിയപ്പെടുന്ന കിളിച്ചുണ്ടൻ മാങ്ങ, കൊട്ടുകുണം മാങ്ങ, അതേപോലെ തന്നെ വലിയ കുളമ്പി മാങ്ങ, ചെറിയ കുളമ്പി മാങ്ങ, കുറച്ച് കർപ്പൂര മാങ്ങ, ഇങ്ങനെയുള്ളവയൊക്കെ നമ്മളിപ്പം മേളയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാല മുതൽ ചെറിയ പാലകൾ മുതൽ അഡീനിയം വെറൈറ്റികൾ, അതേപോലെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട്, അതേപോലെ തന്നെ ഓറഞ്ച്, ശീമനെല്ലിക്ക, അതേപോലെ തന്നെ റംബുട്ടാൻ പഴം, ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സീസൺ ഐറ്റം ഒക്കെ വെക്കുമ്പോഴത്തേക്ക് വെള്ളം കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വെള്ളം ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മൾ ചാടിക്കയറി അങ്ങ് എടുക്കും, എല്ലായിടും അത് തന്നെ. പക്ഷേ വെള്ളം കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ NPK ഒക്കെ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പ്ലാന്റിന്. അതേപോലെ കുറേ അധികം ഇൻഡോർ പ്ലാന്റുകളും നമ്മൾ ഇപ്രാവശ്യം നമ്മളെ മേളയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ പ്ലാന്റുകൾ സെയിൽ ആവുന്നുണ്ട്. കലാത്തിയ, അതേപോലെ തന്നെ കുറച്ച് അഗ്ലോണിമ വെറൈറ്റികൾ, അതേപോലെ തന്നെ CC പ്ലാന്റ്, അതേപോലെ കുറേ വെറൈറ്റി എല്ലാം ഉള്ള പച്ചക്കറി തൈകൾ മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. കൊളറോമയുണ്ട്, അതേപോലെ തന്നെ പെട്രിയ ക്രീപ്പർ അറിയാമല്ലോ, സാൻഡ് പേപ്പർ വൈൻ എന്നറിയപ്പെടുന്ന പെട്രിയ ക്രീപ്പർ, അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകൾ. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സാധനം എന്ന് പറയുന്നത് ഈ പെട്രിയ ക്രീപ്പർ, മണിമുല്ല, അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡ്, അതേപോലെ തന്നെ സിലോൺ മുല്ല, അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെയാണ് കൂടുതൽ പോകുന്നത്. ലോറ പെറ്റാലയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ നല്ല കറുത്ത കളറിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ലതാണ്. പിന്നെ ചെമ്പരത്തി കാര്യമാണെങ്കിൽ പറയാനും വേണ്ട. കാര്യം കുറേ നാളിന് ശേഷമാണ് ഇത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ കിട്ടിലം വെറൈറ്റി ചെമ്പരത്തികൾ ഇപ്പം വന്നേക്കുന്നത്. പിന്നെ നമ്മൾ വരുന്ന ചേട്ടന്മാർക്കൊക്കെ വാഴ മുതൽ, അതായത് വാഴ, ജാതി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിപ്പം കർഷകരുള്ള ഒരുപാട് നല്ല കർഷകരുള്ള സ്ഥലമാണ് കൊല്ലം എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം പാലക്കാട് നിന്ന് വരെ ഇവിടെ വന്നിട്ട് പോയ ആളുകളുണ്ട് അല്ലേ. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. വന്ന് നമ്മളെ നേഴ്സറി അറേഞ്ച്മെൻറ്റും അതേപോലെ തന്നെ പ്ലാന്റും ഒക്കെ വാങ്ങിയതും ഒക്കെ ഒരുപാട് ആളുകൾ കാണുമായിരിക്കും. അന്നേരം റോസിനെ പറ്റിയിട്ടുള്ള മാക്സിമം കെയറുകളെല്ലാം നമ്മളെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോഴത്തേക്ക് നമ്മളെ ചാനലിലുള്ള മറ്റുള്ള റോസിൻ്റെ വീഡിയോയും അതേപോലെ തന്നെ പൂച്ചെടികളുടെ വീഡിയോയും അതേപോലെ ലോഡ് ഇറക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും എല്ലാം കൂടെ ഒരു നേഴ്സറി തുടങ്ങാനുള്ള അറിവ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അന്നേരം ഈ ഇത്രയും നല്ല വാസ്റ്റായിട്ടുള്ള ഇത്രയും നല്ല നീണ്ട ഒരു എക്സിബിഷൻ കിട്ടുന്നത് അറിയാമല്ലോ. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. വെള്ളം പോലും ആശ്രമം മൈതാനമാണ്. അവിടെ ഒരു കുഴി കുത്തി വെള്ളം എടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, സമ്മതിക്കില്ല. അന്നേരം അവിടെ നമ്മൾ ഗാർഡനിൽ നിന്ന് വരെ വെള്ളം കൊണ്ടുവന്ന് അടിച്ച് നിറച്ചിട്ടാണ് ഇതിനെല്ലാം വെള്ളം സ്പ്രേ ചെയ്യുന്നത്. 2 വട്ടം 3 വട്ടമാണ് വീട്ടിൽ വന്ന് കിണറ്റിലെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചെടിക്ക് കൊടുക്കുന്നത് തന്നെ. അന്നേരം അത്രത്തോളം സെറ്റായിട്ടാണ് ഇവിടെ പ്ലാന്റിനെ നിർത്തിയേക്കുന്നതെന്ന് സാരം. അന്നേരം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പാട് വരുന്നുണ്ട്, ഒരുപാട് സ്റ്റാഫുകളുടെ ഒരുപാട് അധ്വാനമുണ്ട് അല്ലേ. അന്നേരം നഴ്സറിയിൽ നിന്നൊക്കെ വന്ന് വെള്ളം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ടാങ്കിൽ ലോറിക്കകത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ ടാങ്കിൽ അടിച്ചതിന് ശേഷം അവിടുന്ന് മോട്ടർ വെച്ചിട്ട് ഈ ചെടികൾക്കെല്ലാം ഒഴിക്കണം. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അന്നേരം ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. നമ്മളിത് റെക്കോർഡ് ചെയ്ത് നേരത്തെ എഴുതി തയ്യാറാക്കിയൊന്നും പ്രസൻറ്റ് ചെയ്യുന്നതല്ല. അന്നേരം ചിലർക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും. അന്നേരം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണോ, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കമൻറ്റ് രൂപേണ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതിലും നല്ല നല്ല വീഡിയോസ് ഒരുപാട് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. എങ്കിലും ഇനിയും നിങ്ങളുടെ പ്രചോദനവും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അന്നേരം ഇതേപോലെയുള്ള കിടിലം വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നേരത്തെ കാണുന്ന ഒരുപാട് പേര് കാണുമ്പോഴത്തേക്ക് കണ്ട് ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ വന്ന് ആവശ്യമുള്ള ഒരു ചായയൊക്കെ കുടിച്ച് ചെടികളൊക്കെ കണ്ട് 2 ബജ്ജിയൊക്കെ കഴിച്ചിട്ട് പോവാം. അതിന് ടിക്കറ്റൊന്നുമില്ല. ആവശ്യമുള്ളവർക്ക് ഇതിപ്പം എക്സിബിഷൻ തീരുന്നുണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് സെയിലും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അന്നേരം അതൊക്കെ വാങ്ങാനും കാണാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുക. രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ആയിരിക്കും എക്സിബിഷൻ ഉണ്ടായിരിക്കുക. ഏകദേശം ഒരാഴ്ചയും കൂടെ 1.5 ആഴ്ചയും കൂടിയൊക്കെ നമ്മൾ എക്സിബിഷൻ ഇവിടെ കാണാൻ സാധ്യതയുള്ളൂ. അന്നേരം മാക്സിമം എല്ലാവരും വന്ന് കാണാനായിട്ട് ഒരാഴ്ച പ്രതീക്ഷിച്ചാൽ മതി. ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് വൈൻഡപ്പ് ആവും. അന്നേരം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അന്നേരം നല്ല എനർജി ആയിട്ട്. ഓക്കെ, താങ്ക് യു.